ഇന്ന് നമുക്ക് ഷോൺബ്രൂൺ പാലസിലെ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പോയാലോ? മാർക്കറ്റ് നടക്കുന്ന കൊട്ടാരത്തിൻ്റെ മുന്നിലുള്ള വലിയ പരേഡ് കോർട്ട് ഭാഗത്തായിട്ടാണ്. ചെന്ന് കയറിയപ്പോൾ തന്നെ എൻ്റെ കണ്ണുടക്കിയത് ഐസ് റിങ്ങിൽ ഒരുമിച്ച് സ്ലോ ആയിട്ട് ഇങ്ങനെ സ്കേറ്റ് ചെയ്യുന്ന ഈ കപ്പിൾസിലാണ്. ഇവരുടെ സ്കേറ്റിംഗ് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ കുട്ടികൾക്കായിട്ടുള്ള ഈ കുഞ്ഞു വീടുകളും. വലിയവർക്കും ഇരിക്കാം മനസ്സ് വെച്ചാൽ. മാർക്കറ്റിൻ്റെ വലതുവശത്തായിട്ട് ലിൻഡിൻ്റെ ചോക്ലേറ്റ് സ്റ്റാളുകൾ കാണാൻ കഴിയും. ഇവിടെ പലതരം ചോക്ലേറ്റ്സ് കിട്ടും, കൂടാതെ ഇവരുടെ ക്രിസ്മസ് സ്പെഷ്യൽ എഡിഷൻസും കിട്ടും. പിന്നെ ഇവരുടെ ഡെക്കറേഷൻസ് അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെ കേട്ടോ. ഇതൊക്കെ കാണാൻ വരുന്നതിൽ തന്നെ നമുക്ക് വലിയ നഷ്ടമൊന്നും തോന്നത്തില്ല, അത്ര ഭംഗിയാണ്. പിന്നെ ഇവരുടെ മറ്റൊരു സ്പെഷ്യാലിറ്റിയാണ് ഹോട്ട് ചോക്ലേറ്റ്സ്. അതിൽ റമ്മും ബെയിലീസും വിപ്പിംഗ് ക്രീമും അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർത്ത് വാങ്ങാൻ പറ്റും. പിന്നെ ഈ സ്റ്റാളുകൾ കണ്ണെടുക്കാൻ തോന്നാത്ത വിധം മനോഹരമായിട്ടുള്ള ഡെക്കറേറ്റീവ് ലാംപ്സ്, അതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ തന്നെ എന്ത് രസമാണെന്നോ. ഇതിൽ നിന്ന് ഏത് വാങ്ങണമെന്ന് ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോവും. അതെ, നൂറുകണക്കിന് ഓർമ്മകൾ സൂക്ഷിച്ചിരിക്കുന്ന വിയന്നയിലെ ഷോൺബ്രൂൺ കൊട്ടാരം വിൻ്റർ വരുമ്പോൾ ഒരു മനോഹര ക്രിസ്മസ് സ്വപ്നമായി മാറിയിരിക്കുന്നു. ഒരിക്കൽ ചെറിയൊരു ഹാൻഡ് ക്രാഫ്റ്റ് മാർക്കറ്റായി തുടങ്ങി 1990കളിൽ ആ ചെറിയ തുടക്കം ഇന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ എത്തുന്ന ഒരു മഹത്തായ ക്രിസ്മസ് ആഘോഷമായി മാറിയിരിക്കുന്നു. ഹാബ്സ്ബർഗ് രാജവംശത്തിൻ്റെ കാലത്ത് കൊട്ടാരത്തിനുള്ളിൽ നടന്നിരുന്ന രാജകുടുംബത്തിനായുള്ള സ്വകാര്യ ക്രിസ്മസ് ആഘോഷങ്ങൾ മാത്രം. പക്ഷേ ഇന്ന് കലയും ഭക്ഷണവും സംഗീതവും പ്രകാശവിസ്മയങ്ങളും നിറഞ്ഞ ക്രിസ്മസിൻ്റെ വരവറിയിക്കുന്ന ഒരിടമായി മാറിയിരിക്കുന്നു. 100ഓളം സ്റ്റാളുകൾ, ചൂടുള്ള ഗ്ലൂ വൈൻ, കുട്ടികൾക്കും മുതിർന്നവർക്കുമായിട്ടുള്ള ഐസ് റിംഗ് എല്ലാം ചേർന്ന നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് തരുന്നത്. ഇത്രയും ഭംഗിയുള്ള കാഴ്ച കണ്ട ആരായാലും നോക്കിപ്പോവല്ലേ. ഇതെല്ലാം തടിയിൽ നിർമ്മിച്ചാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നുമെങ്കിലും അതാണ് സത്യം. എനിക്കിതിൽ ഏറ്റവും അത്ഭുതം തോന്നിയത് ഈ കുഞ്ഞൻ ആൾരൂപങ്ങളും മൃഗങ്ങളുമാണ്. അത്രയേറെ ഡീറ്റെയിൽഡ് വർക്കാണ്. ക്രിസ്മസ് മാർക്കറ്റുകളിലെ മറ്റൊരു താരമാണ് ഗ്ലൂ വൈൻ. ചുവന്ന വീഞ്ഞിൽ കറുവപ്പട്ട, ഗ്രാമ്പു, ഓറഞ്ചിൻ്റെ തൊലി പോലുള്ള ഉഷ്ണതയും സുഗന്ധവും നിറഞ്ഞ മസാലകൾ ചേർത്ത് ചൂടാക്കി തയ്യാറാക്കുന്ന ഒരു പാരമ്പര്യ പാനീയം. ഇതിന് പുൻഷ എന്നും വിളിക്കാറുണ്ട്. 17ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ നിന്നുമാണ് പഞ്ച എന്ന പേരിൽ യൂറോപ്പിലെത്തിയത്. കാലക്രമേണ അത് ഓസ്ട്രിയയിൽ നിന്നും മധുരമുള്ള ചൂടൻ ശൈത്യകാല പാനീയമായി വളർന്നു. ഈ തണുപ്പത്ത് ഒരു ഗ്ലാസ് ചൂടൻ ഗ്ലൂ വൈൻ അതൊരു സുഖം തന്നെയാണ്. ആദ്യമായി എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്നും നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും അല്ലേ? അതെ, ഈ കൊട്ടാരവും ക്രിസ്മസ് മാർക്കറ്റും എന്നും എനിക്കിനി പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും.